ഇഷ്ടമല്ല. അതുകൊണ്ട് മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ വന്നതും വിനോദേട്ടനെ ജോലിക്കാര്യം പറഞ്ഞ് എന്നെ ഫോൺ ചെയ്തതെന്നും ഞാൻ സിദ്ധാർത്ഥനോട് പറഞ്ഞിരുന്നില്ല. അതെല്ലാം കൂട്ടിവായിച്ചോണ്ടാ സിദ്ധാർത്ഥ ഇപ്പനെ കുറ്റപ്പെടുത്തുന്നത്. ഇല്ല, സിദ്ധാർത്ഥന്റെ ഈ തെറ്റിദ്ധാരണ എത്രയും വേഗം തിരുത്തണം റാണി. ഞാൻ വന്ന് സിദ്ധാർത്ഥനോട് സംസാരിക്കും. അയ്യോ, അത് വേണ്ട വിനോദേട്ട. സിദ്ധാർത്ഥ ഇപ്പൊ വിനോദേട്ടനെ കാണാതിരിക്കുന്നത് നല്ലത്. സിദ്ധാർത്ഥിന്റെ തെറ്റിദ്ധാരണ പതുക്കെ പതുക്കെ ഞാൻ തന്നെ മാറ്റിയെടുത്തോളാം. സാർ, മാഡം സാറോ ആഹാരം കഴിച്ചെങ്കിൽ മാനേജറുടെ റൂമിലോട്ട് എല്ലാം പറഞ്ഞു. ആ ശരി ശരി. റാണി. മേ ഐ കം ഇൻ സർ? യെസ്. വിനോദിരിക്കും. റാണി വരും. സിറ്റി ബ്രാഞ്ചിന്റെ ഓഡിറ്റ് നടക്കുക. നിങ്ങൾ രണ്ടുപേരും ഒന്ന് അവിടം വരെ പോണം. അവിടുത്തെ ബ്രാഞ്ച് മാനേജർ അവധിയില്ല. ഓഡിറ്റിംഗ് ടീമിന് പല ഡേറ്റാസും എടുക്കാൻ പറ്റില്ലെന്ന് വിളിച്ചു പറഞ്ഞു. റാണിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വിനോദ് നേരത്തെ ആ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓപ്പൺ ഫയലുകളുടെ ഓഡിറ്റിംഗിൽ വിനോദിനും അവരെ സഹായിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ പോവാലോ അല്ലേ? പോവാം സാർ. പിന്നെ റാണി വരണമെന്നുണ്ടോ സാർ? ഞാൻ തനിച്ചു പോയാലും പോരെ? നോ നോ നോ. അവിടുത്തെ പുതിയ സിസ്റ്റത്തിൽ ഡേറ്റാസ് തിരയാൻ റാണിയെ പോലൊരു എക്സ്പെർട്ട് തന്നെ വേണം. എന്താ റാണി, പോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ പോയിക്കോളാം. പിന്നെന്താ വിനോദ്, താഴെ ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അതിൽ പൊക്കോളൂ. ഓക്കെ സാർ. റാണി പോവാം. വരട്ടെ സാർ. ശരി. റാണി, ഞാൻ ബൈക്കിൽ അങ്ങോട്ട് വന്നോളാം. റാണി കാറിൽ പോയിക്കോ. അതെന്തിനാ? ഇത് ഓഫീസ് കാര്യമല്ലേ. കമ്പനി തരുന്ന വണ്ടിയിൽ നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം. ശരി, വാ. എന്താടാ, എന്താ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത്? ഇതെന്താ എല്ലാവരും നോക്കിയിരിക്കുന്നത്? ജോലിയൊന്നുമില്ലേ? അത് മെക്കാനിക് ചീഫ് സോമേട്ടനെ പ്രവീൺ തല്ലി. അതിൽ പ്രതിഷേധിച്ച് എല്ലാവരും ജോലി നിർത്തിവെച്ചിരിക്കുക. സോമേട്ടന് പ്രവീൺ തല്ലിയെന്നു? എന്തിന്? അതറിയില്ല. അടികൊണ്ട് സോമേട്ടൻ വീണു. ആ സെക്ഷനിൽ ജോലിക്കുണ്ടായിരുന്നവർ അപ്പൊ തന്നെ സോമേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാര്യം എന്താണെന്ന് അവർക്കേ അറിയൂ. എന്നിട്ട് അവനോടെ പ്രവീൺ അപ്പുറത്ത് വെപ്പുണ്ട്. അവനെ വിളിക്കേ. ഇവിടെ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം മതി നിങ്ങളുടെ പണിമുടക്കും സമരമൊക്കെ. മനസ്സിലായോ? ശരി സാർ. നീ എന്തിനാ ഓഫീസിന് എവിടേക്ക് വന്നത്? അത് അറ്റൻഡൻസ് ചെക്ക് ചെയ്യാൻ നന്ദിനി മാഡം അയച്ചതാ. സോമനെ തല്ലിയോ? അത് അയാള്... വേണ്ട, ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മാത്രം മതി. സോമനെ നീ തല്ലിയോ ഇല്ലയോ? തല്ലി. നീ ഈ കമ്പനിയിൽ ഇവരെ പോലെ ഒരു തൊഴിലാളി മാത്രമാണ്. ഇസ്തിരി ചുളിയാത്ത ഡ്രസ്സ് വിട്ട് AC റൂമിൽ ഇരുന്ന് കണക്കെഴുതുകൊണ്ട് കരിപുരണ്ട തൊഴിൽ ചെയ്യുന്ന മെക്കാനിക്കിനെ തല്ലാനുള്ള അധികാരമൊന്നും ഇവിടെ ഒരുത്തനുമില്ല. സർ, ഞാൻ... വേണ്ട, ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. സോമന് പറയാനുള്ള കേട്ട ശേഷം ബാക്കി നടപടി ഉണ്ടാവും.
ഇപ്പൊ എനിക്ക് പോവാം. കേട്ടല്ലോ, ഒരു മെക്കാനിക്കിന്റെ കഷ്ടപ്പാടും അവഗണനയും ശരിക്കും അറിയാവുന്നവനാ ഞാൻ. നിങ്ങളോടൊപ്പം എന്നും ഞാൻ ഉണ്ടാവും. പോയി ജോലി. എല്ലാ അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞ് തള്ളി